ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഒരു സംഭവം പോലും നീ മറന്നു കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ഫലം വരുന്നത്. ചില ജോലിക്കുള്ള കാർഡൊക്കെ എംപ്ലോയ്മെന്റിൽ നിന്ന് വരുമല്ലോ, അതുപോലെ നിനക്ക് വരുന്നത് അങ്ങ് കാലന്റെ അടുത്തുനിന്നായിരിക്കും. മരിച്ചു മോളിൽ ചെല്ലുമ്പോ നീ ചിന്തിക്കും, ഭഗവാനെ, ഒരു പനി പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാ മരിച്ചേന്ന്. അന്ന് നീ ഓർത്താ മതിടാ, 6 മാസം മുമ്പ് ഞാൻ നിനക്ക് തന്ന സമ്മാനമാണ് കാലന്റെ വാറണ്ടുമായി വന്ന് നിന്നെ അങ്ങ് കൊണ്ടുപോയെന്ന്. എടോ ചന്ദ്രബോസേ, ശത്രു പ്രബലനും തന്നേക്കാൾ ശക്തിമാനാണെന്ന് അറിയുമ്പോ ഏതൊരു വീരവും കാണിച്ചു കൂട്ടുന്ന പരാക്രമമായിട്ട് എനിക്ക് ഇതിനെ കാണാൻ പറ്റൂ. മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്തി വിജയം അങ്ങോട്ട് ഉറപ്പിക്കാം. ഇതൊരു മാതിരി വില പറഞ്ഞ തരം താഴ്ന്ന പരിപാടിയാ. നല്ല ഭാഷയിൽ പറഞ്ഞ തന്തക്കുറ്റം എന്ന് പറയും. എന്റെ അറപ്പുരയ്ക്കകത്ത് കിടന്നുകൊണ്ടാ നാവിട്ടാട്ടുന്നതെന്ന് ഓർത്തോണം. അതുകൊണ്ട് എന്താടോ കാര്യം? നേർക്ക് നേരെ നിന്ന് കൈ പൊക്കാൻ കേൾപ്പില്ലെങ്കിൽ ആ കൈ കൊണ്ടെന്താ പ്രയോജനം? തന്റെ ഈ ചങ്കൂറ്റത്തോടുള്ള നിൽപ്പിന് പോലും ഒരു ഭയത്തിന്റെ പിൻബലമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ, നീ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് മൊട്ടാൻ വരല്ലേ, നീ തോറ്റു. ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നാണം കിടും. ഞാൻ അടിക്കുന്ന ഒരു അടി പോലും തനിക്ക് തടുക്കാനും കഴിയില്ല. ഞാൻ തടുക്കൂന്ന് പറയാ, തടുക്കൂടാ. തടുക്ക മാത്രമല്ല, തിരിച്ച് നല്ല ഭംഗിയായിട്ട് ചവിട്ടും ചെയ്യടാ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലടാ, ഞാൻ കണ്ണടച്ചുകൊണ്ട് ധ്യാനിക്കല്ലായിരുന്നെന്ന്. നിന്നെ നേരിടാനുള്ള ശക്തി ആവായിക്കായിരുന്നു. വന്ന് മുട്ടടാ. ഇന്ന് ഈ ലോക്കപ്പിന്ന് എനിക്ക് ഇവിടുന്ന് പോണെന്ന് ഒരാഗ്രഹമില്ല. നീയും പോവില്ലടാ. പോലീസുകാരെ കൈവച്ചവരെ പിടിച്ചു കെട്ടണം. ചന്ദ്രബോസേ, അടങ്ങി നിൽക്കണം അവിടെ. നീ എന്നെ വെല്ലുവിളിക്കുന്ന ഞാൻ പറഞ്ഞില്ലടാ, ആയുർവേദത്തിലെ സുഖചികിത്സയുടെ കാര്യം. 6 മാസം കഴിയുമ്പോ മുകളിലേക്ക് വിസ കിട്ടുന്ന പരിപാടി. അതിപ്പോ ഇവിടെ തുടങ്ങാൻ പോവാടാ. ആദ്യം നിന്റെ ചങ്ക് തന്നെ തകർക്കാം. നിന്റെ ശാലിനിമേടം നിറഞ്ഞിരിക്കുന്ന ഈ ചങ്കിനെ തന്നെടാ. ഇത് തന്നെ അങ്ങ് തകർത്തേക്കാം. 1 അല്ല 5 ഇടിയ ഒരു കോഴ്സ്. നീ ആണാണെങ്കി എന്റെ കയ്യിലെ വിലകൊന്ന് അയക്കണം, എന്നിട്ടടിക്കണം. അടങ്ങി കിടക്കണം അവിടെ. നിനക്ക് ഇരടച്ചൻ കൊണ്ടെന്നല്ലേ പറയുന്നത്? അതിന്റെ പണിക്കൂട്ടം ഞാൻ ഇന്ന് തീർത്തേക്കടാ.